ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. മലയാളികളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണല്ലേ ആലു പൊറാത്ത. അത് ഇപ്പം പഞ്ചാബികളെക്കാളും ഇഷ്ടം മലയാളികൾക്കാന്ന് തോന്നുന്നു, അത്രയും എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് ആട്ടപ്പൊടി എടുത്തത്. മൈദ യൂസ് ആക്കേണ്ട ആട്ടയിലാണ് കറക്റ്റ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ വയ്ക്കുന്ന പോലെ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കുമ്പോൾ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ അതിലേക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ചപ്പാത്തിക്ക് വയ്ക്കുന്ന പോലെ കുഴച്ചിട്ടെടുക്കുക. ചപ്പാത്തിനാണിത്, അത് കുഴച്ചിട്ടെടുക്കാം. പിന്നെ ഇതിന് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സാധനമാണ് കേട്ടോ. അപ്പോൾ അത് പൊടി കുഴച്ചതിന് ശേഷം ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് ഉണ്ടാക്കിയിട്ടെടുക്കാം. ആലു പൊറോത്തിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള നമ്മൾ മസാല റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1.5 ഉള്ളി സ്ലൈസ് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് അതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ആഡ് ചെയ്യുക. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലോട്ട് കരിവേപ്പിൻ്റെ ഇല കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് നമ്മൾ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കറക്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അല്പം ചാറ്റ് മസാല, അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇല്ലെങ്കിലും മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ ഈ ചാറ്റ് മസാല ഇട്ടാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറും ഒരു മണമൊക്കെ ഉണ്ടാവും. അതിനെ കൊണ്ടാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ ബോണ്ടക്കും കട്ട്ലറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ ഒരു ടൈപ്പ് മസാല തന്നെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പരത്തിയെടുക്കുന്ന രീതിയാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളാക്കിയിട്ടെടുക്കണം. നമ്മൾ ചപ്പാത്തിരങ്ങാട് കുറച്ചും കൂടി വലുപ്പം വേണം. എന്നിട്ട് ജസ്റ്റ് പൊടിയൊന്നും തട്ടാതെ തന്നെ കേട്ടോ. ആദ്യം നമ്മൾ പരത്തുമ്പോൾ പൊടി ഇടാതെ വേണം പരത്താൻ. അതിലേക്ക് ബോളാക്കി വെച്ചിട്ടുള്ള നമ്മൾ ഈ മസാലയും കൂടി വെച്ചിട്ട് ഇതായി കാണുന്ന പോലെ നന്നായിട്ടൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി മസാല വെച്ചിട്ടുണ്ട്, കാരണം ചപ്പാത്തി കുറച്ചുകൂടി വലിപ്പമുള്ളതുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഒരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കുക. ഈ സമയത്ത് മാത്രം പൊടി ഇട്ടാൽ മതി കേട്ടോ. പരത്താൻ വേണ്ടിയിട്ട് പൊടി ചെറുങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ മുന്നേ ചേർത്ത് കൊടുത്തിക്കാന്നുണ്ടെങ്കിൽ ഈ മസാല അതിനുള്ളിൽ വെക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ വരും. അപ്പോൾ കറക്റ്റ് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് പരത്തിയിട്ട് എടുക്കാം നമുക്ക്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പത്തിരിയാണ് കേട്ടോ, അത് ചപ്പാത്തിയാണേ. അപ്പോൾ കുറച്ച് പൊടി ഡസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുമ്പോൾ അധികം പ്രസ് ചെയ്യാതെ മെല്ലെ സോഫ്റ്റായിട്ട് പരത്തിയിട്ടെടുത്താൽ മതി. അധികം പ്രസ് ചെയ്യുമ്പോൾ ആ മസാല പുറത്തേക്ക് ഒന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മെല്ലെ പരത്തിയെടുത്താൽ മതി. ഈ ജസ്റ്റ് മസാല ഒന്ന് പുറത്ത് കാണുന്ന ഒരു ലെവലാകുമ്പോൾ പരത്തി കൊടുക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഇത് കണ്ട് കുറച്ച് വലിപ്പമുള്ള പത്തിരിയാണ്. നമ്മൾ ബോളിൻ്റെ ഉണ്ടാക്കുന്ന മാവിൻ്റെ വലിപ്പം കുറച്ചാൽ ഇത് ചെറിയ പത്തിരിയായിട്ട് കിട്ടും കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അല്പം ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതാ പത്തിരി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിന് മുകളിലൊക്കെ കാണണ്ടല്ലോ മസാല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിൻ്റെ ആവശ്യമേ ഇല്ല. അത് മുറിച്ച് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മുകളിൽ കുറച്ചും കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് തിരിച്ചു മറിച്ചിട്ടൊന്ന് ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ടേ. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. നമ്മളെ ചട്നി ഉണ്ടല്ലോ, അത് നല്ല ടേസ്റ്റാണ്. അത് ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതിൻ്റെ കൂടെ ചട്നി ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ചെറിയുള്ളിയൊക്കെ ചേർത്തിട്ട് തേങ്ങ അരച്ച ചമ്മന്തിയും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കറിയായിട്ട് അതും സോസും കൂട്ടിയിട്ടാണ് ഇവിടെ പൊതുവേ കഴിക്കാറ്. അപ്പോൾ അതൊന്ന് തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. പിന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് എന്തായാലും ഇൻഷാ അല്ലാഹ് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചപ്പാത്തി റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ള ആലു പൊറോട്ടയും കൂടി ഒന്ന് ചുട്ടിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി. കൂടുതൽ ചട്നിയും സോസുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.